അത്രയും പ്രിയപ്പെട്ട വിരുന്നുകാർ വന്നാൽ മാത്രം എൻ്റെ മുത്തശ്ശിയമ്മ ഉണ്ടാക്കിയിരുന്ന ഒരു മീൻകറിയുടെ റെസിപ്പിയാണ് ഇത്. ഇതിലൊഴിക്കുന്ന തേങ്ങാപ്പാലിൻ്റെ രുചിയുണ്ടല്ലോ, ഈ കറി കൂട്ടിക്കഴിഞ്ഞാലും നമ്മുടെ വായിൽ അങ്ങനെ തന്നെ നിൽക്കും. അപ്പോൾ ഈ മീൻകറിക്ക് എന്തൊക്കെ ഇൻഗ്രീഡിയൻസാണ് വേണ്ടതെന്നൊന്ന് പെട്ടെന്ന് നോക്കിയിട്ട് വരാമേ. ചെറിയുള്ളി വേണം, വെളുത്തുള്ളി വേണം, ഇഞ്ചി, ഉണക്കമുളക്, പച്ചമുളക്. അതുകൂടാതെ തേങ്ങയുടെ 2 പാല് വേണം, 1 പാല് വേണം. ഒരു പാൻ അടുപ്പിൽ വെച്ച് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി കിട്ടുമ്പോൾ അതിനകത്തേക്ക് കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടി വരുമ്പോൾ ആവശ്യത്തിന് ഉലുവ ചേർത്ത് കൊടുക്കുക. ഉലുവയും പൊട്ടി വന്നാൽ അരിഞ്ഞു വച്ചിരിക്കുന്ന ചെറിയുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാമേ. ചെറുതായിട്ടൊന്ന് ബ്രൗൺ കളർ വന്ന് തുടങ്ങുമ്പോൾ അതിനകത്തേക്ക് ഉണക്കമുളക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരല്പം കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ വീണ്ടും ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ആവശ്യമുള്ള പൊടികൾ ചേർക്കാം. മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. അധികം എരിവില്ലാത്ത കറിയാണ്. ഇതിൻ്റെ പച്ചമണം മാറുമ്പോഴേക്കും നമുക്ക് പിഴിഞ്ഞു വച്ചിരിക്കുന്ന 2 പാല് ചേർത്ത് കൊടുക്കാം. രണ്ടാം പാല് ചേർത്ത് ഗ്യാസ് ഒന്ന് കൂട്ടി വയ്ക്കണേ, എന്നാലേ നമുക്കത് പെട്ടെന്നൊന്ന് തിളച്ച് കിട്ടുള്ളൂ. പൊടി ചേർത്തപ്പോൾ ഗ്യാസ് കുറച്ച് വച്ചിരുന്നതാണ്. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് മൂടി വെച്ചൊന്ന് തിളപ്പിക്കാം. തിളച്ച് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ മീനിട്ട് കൊടുക്കുന്നത്. ഇത് കരിമീൻപള്ളത്തിയാണ്, പള്ളത്തിയുടെ കുഞ്ഞുങ്ങൾ. കരിമീൻപള്ളത്തി എന്നാണ് ഞങ്ങൾ സാധാരണ പറയാറ്. വീണ്ടും തീയൊന്ന് കുറച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിനകത്തേക്ക് മീൻ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. പരന്ന പാനായ കൊണ്ടാട്ടോ ഇങ്ങനെ നിരത്തി വെച്ച് കൊടുക്കുന്നത്. ഓരോ കഷ്ണങ്ങൾ നിരത്തി വെച്ച് കൊടുത്തിട്ട് വീണ്ടും ഒന്ന് തിളയ്ക്കുന്നത് വരെ ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കണം കേട്ടോ. തിളച്ച് വന്നിട്ടുണ്ട്. ഇനി മീനൊന്നും ഉടഞ്ഞു പോകാതെ പതുക്കെ സൈഡ് മറിച്ചിട്ട് കൊടുക്കാം. ഇങ്ങനെ 2 തവി കൊണ്ട് മറിച്ച് കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും ഉടഞ്ഞു പോവില്ല. ഇതേപോലെ വേറൊരു മീനും കൂടെ കറി വയ്ക്കാറുണ്ട്, മുള്ളനാണ് അത്. മുള്ളനും പെട്ടെന്ന് വെന്ത് പോണ ഒരു മീനല്ലേ, അപ്പോൾ മുള്ളനും ഇതേപോലെ കറി വയ്ക്കാൻ വളരെ നല്ലതാണ് കേട്ടോ. ഇപ്പോൾ 2 വശവും മീനിൻ്റെ വെന്ത് കിട്ടിയിട്ടുണ്ട്. പെട്ടെന്ന് വേകുന്ന മീനായതുകൊണ്ട് നമ്മളൊന്ന് തിരിച്ചിട്ട് കൊടുക്കുമ്പോൾ തന്നെ അത് വെന്ത് കിട്ടും. ഇനി അതിലേക്ക് 1 പാല് ചേർത്ത് കൊടുക്കാം. 1 പാല് ചേർത്തിട്ട് ചെറിയൊരു തള വരുമ്പോഴേ ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ പാല് നേർത്ത് പോകും. ഇനി ആവശ്യത്തിന് കറിവേപ്പില നിരത്തി കൊടുക്കാം. കറിവേപ്പില നിരത്തി വെച്ചതിന് ശേഷം ഇതൊന്നും വീണ്ടും മൂടി വച്ചേക്കാം. ഉപയോഗിക്കാറാവുമ്പോഴാണ് ഇതിനെ അത് തുറന്ന് നമുക്ക് ഉപയോഗിക്കാം. ഇത് പുളി ചേർക്കാത്ത മീൻകറി ആയതുകൊണ്ട് 2 ദിവസത്തേക്കൊന്നും വച്ചേക്കാൻ പറ്റില്ല കേട്ടോ. ഉണ്ടാക്കുന്ന അന്ന് തന്നെ നമ്മളിത് ഉപയോഗിച്ച് തീർക്കണം. അതിനുള്ള ക്വാണ്ടിറ്റി മാത്രമേ നമ്മളിത് ഉണ്ടാക്കാൻ പാടുള്ളൂ. നമുക്ക് എത്രയാണോ ആവശ്യം അത്രയും മാത്രം ഉണ്ടാക്കുക, അന്ന് തന്നെ ഉപയോഗിക്കുക. ഇത്രയും എളുപ്പത്തിലും രുചിയിലും ഉണ്ടാക്കാവുന്ന മീൻകറി ഒരു തവണയെങ്കിലും ട്രൈ ചെയ്യണേ എല്ലാവരും. താങ്ക്